സഹോദരങ്ങളോട് ഒരിക്കൽ കൂടി നമസ്കാരം. ഏറെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുന്നു. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് അർത്ഥമല്ലേ സന്തോഷം. അതിന് ഏറെ സന്തോഷത്തോടുകൂടി തന്നെ ഒരു നന്ദിയും പറയട്ടെ. മാധ്യമ സഹോദരങ്ങളുടെ അകമഴിഞ്ഞ പ്രോത്സാഹനവും സഹായവും നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ നല്ലൊരു വിമുക്തി ലയൺസിന്റെ വിമുക്തി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങളിലൊക്കെ തന്നെ വേണ്ട രീതിയിലുള്ള സഹകരണം ഞങ്ങളുടെ ഭാഗത്തുണ്ടായി. അതിന് ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പരിപാടികളുമാണ്. ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള പ്രസിഡന്റ് കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് ചാലക്കുടിയുടെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ തെരഞ്ഞു നിൽക്കുന്ന ഡോക്ടർ ജോർജ് കോലഞ്ചേരി അവർകളാണ്. അദ്ദേഹം ഇതിനെ കുറിച്ച് തുടങ്ങി വയ്ക്കും പ്ലീസ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. 1917 ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സർവീസ് ക്ലബ് ഓർഗനൈസേഷനാണ് ലയൺസ് ഇന്റർനാഷണൽ. 1968 ചാലക്കുടിയിലെ ലയൺസ് ക്ലബ്ബ് സ്ഥാപിതമാകുന്നത്. അന്നു മുതൽ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ചാലക്കുടി ലയൺസ് ക്ലബ്ബ്. ഇന്ന് നമ്മളിവിടെ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് നമ്മുടെ 2025-26 ലയണിസ്റ്റിക് ഇയറിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ മെമ്പേഴ്സിന്റെ ഇൻഡക്ഷൻ സെറിമണിയെ കുറിച്ചും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ലയൺസ് ഇന്റർനാഷണലിനെ കുറിച്ച് പറയുമ്പോൾ there are 9 global causes such as diabetes, vision, hunger, environment, childhood cancer, disaster relief, youth empowerment, humanitarian services, then last one is mental health and wellness. ഇപ്പൊ നമ്മൾ ഒരു വർഷം ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളെല്ലാം ഈ 9 ഗ്ലോബൽ കോസസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ പുതിയ വഹിക്കുന്ന ഭാരവാഹികളുടെ സ്ഥാനാരോഹണത്തില് മുഖ്യ അതിഥിയായി വരുന്നത് ലയൺ ജി വേണുകുമാർ, മൾട്ടിപ്പിൾ കൗൺസിലിന്റെ GMT കോർഡിനേറ്റർ ആണ്. പിന്നെ അന്നുള്ള പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷൻ സെറിമണി കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ചാലക്കുടിയുടെ സാംസ്കാരിക രംഗങ്ങളിൽ വളരെ അധികം പ്രസിദ്ധനായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ലയൺസ് ക്ലബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെന്റർ ആയിട്ടുള്ള ലയൺ എഞ്ചിനീയർ ശ്രീ സാജു പാതാടൻ സാർ ആണ് ഇൻഡക്ഷൻ ഓഫീസർ. ഈ പ്രോഗ്രാം നടക്കുന്നത് ജൂലൈ 10 വ്യാഴാഴ്ച വൈകിട്ട് 7:30 ചാലക്കുടി ലയൺസ് ക്ലബിൽ വെച്ചാണ്. ഇതാണ് പൊതുവെ പറയാനുള്ളത്. എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. ഈ ഒരു വരും ലയൺ വർഷത്തില് നടത്തുന്ന സേവന പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട സാജു സാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു പ്രസിഡന്റ് ലയൺ ജോർജ് കോലഞ്ചേരി. ഇത്തവണ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഞങ്ങൾ ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ ടീമിനെ നമുക്ക് പറയാം. കാരണം പ്രൊഫഷണൽ രംഗത്ത് വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ച് പരിചയ സമ്പന്നനായിട്ടുള്ള ഡോക്ടർ ജോർജ് കോലഞ്ചേരിയാണ് ഞങ്ങളുടെ പ്രസിഡന്റ്. അതുപോലെ തന്നെ പൊതുരംഗത്ത് വളരെ പ്രഗത്ഭമായി പ്രവർത്തിക്കുന്ന ജോബി MJ, അദ്ദേഹമാണ് സെക്രട്ടറി. പിന്നെ ഒരു യുവ ബിസിനസ്മാൻ എന്ന നിലയിൽ കഴിവ് തെളിയിച്ച പീറ്ററാണ് നമ്മുടെ ട്രഷറർ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വി സർവ് എന്ന മോട്ടോ മുറുകെ പിടിച്ചുകൊണ്ട് വളരെ ഭംഗിയായി തന്നെ ലയൺസ് ക്ലബിൽ നയിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇവരെ ഭരമേൽപ്പിക്കുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ 9 ഗ്ലോബൽ കോഴ്സുകളാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിന്റെ ഒരു യൂത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ വിമുക്തി പോലുള്ള ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ഫോക്കസ് ചെയ്തത്. നമുക്കറിയാം നാളെയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള യുവതയാണ് ഇന്ന് അതിന്റെ കെണിയിൽപ്പെട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. അവരെ നമ്മൾ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ് നമ്മൾ താലൂക്ക് ഹോസ്പിറ്റലിൽ 8 ലക്ഷം രൂപ ചെലവഴിച്ച് ലയൺസ് വിമുക്തി സെന്റർ തുടങ്ങിയത്. അതിന് ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ കൊടുത്തത് മാത്രം പോരാ, അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ സൂപ്പർവൈസ് ചെയ്യാനും സഹായിക്കാനും ഞങ്ങൾ തയ്യാറാകുന്നുണ്ട്. ഈ ഒരു വർഷക്കാലം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നടത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ലയൺസ് ഇന്റർനാഷണലിന്റെ മറ്റൊരു പ്രോജക്റ്റാണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം എൻവയോൺമെന്റ് പ്രാധാന്യം നമ്മളൊക്കെ അനുഭവിച്ചറിഞ്ഞവരാണ്. ഞാൻ തന്നെ ഒരു നില പൊക്കത്തിൽ വെള്ളം വന്നിട്ട് അവിടെ നീന്തിയാണ് പോയത്, ടയറിൽ കയറിയാണ് രക്ഷപ്പെട്ടു പോയത്. സോ നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ താമസിക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതമാണെന്ന്. പക്ഷെ നമ്മുടെ പ്രകൃതിയുമായിട്ട് നമ്മൾ ഇണങ്ങിപ്പോയില്ലെങ്കിൽ, ആ പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ, ഇപ്പോൾ അമേരിക്കയിൽ പോലും ഫ്ലാഷ് ഫ്ലഡാണ് ഉണ്ടായത്. 10-70 പേരാണ് മരിച്ചുപോയത്. ഇത്രയും ഹൈലി ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്ത് പോലും അത് ഫോർകാസ്റ്റ് ചെയ്യാനോ വേണ്ടത് ചെയ്യാനോ സാധിച്ചില്ല. സോ അതുകൊണ്ട് വി ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് അവർ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. ഇപ്പൊ നമുക്കറിയാം പാരീസ് റിംഗ് റോഡിൽ നമ്മൾ വലിയ ഭംഗിയായ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നു. ഇനി അതൊരു മറ്റൊരു വാർഡിലേക്ക് കൊണ്ട് ഈ വർഷം തുടർന്ന്
അങ്ങനെയൊക്കെ നമ്മുടെ ചാലക്കുടി മുനിസിപ്പാലിറ്റിയെ മൊത്തമായിട്ട് പടിപടിയായിട്ട് ഉയർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരയുടെ പ്രസിഡന്റ് ഈ പറഞ്ഞ സ്കൂൾ പ്രിൻസിപ്പാളും അല്ലെങ്കിൽ കോളേജ് അക്കാഡമിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് ക്യാമ്പസിലെ കുട്ടികൾക്കായിട്ടുള്ള ഒത്തിരി പരിപാടികൾ അദ്ദേഹം ആസൂത്രണം ചെയ്യുന്നു. അതുപോലെയുള്ള പരിപാടികളെ കുറിച്ച് ബാക്കി ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന്റെ ഒരു കോർഡിനേറ്ററാണ് ലയൺ ജോസ് മുത്തേടൻ. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നതാണ്. പ്ലീസ്. പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, ആദ്യമായി നിങ്ങൾ നൽകിയിരിക്കുന്ന ഈ ചാലക്കുടി ലയൺസ് ക്ലബിന് നൽകിയിരിക്കുന്ന പ്രാധാന്യം, നിങ്ങളുടെ വാർത്തകളിലൂടെ തന്നിരിക്കുന്ന പ്രാധാന്യത്തിന് ആദ്യമായി നന്ദി പറയുന്നു. മൾട്ടിപ്പിൾ ചെയർപേഴ്സൺ സാജു ആന്റണി പാത്താട്ടിനും ഇൻകമിംഗ് പ്രസിഡന്റ് പറഞ്ഞ പോലെ അവിടെ നിന്ന് തുടങ്ങിയാൽ ചാലക്കുടിയിലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം കണ്ടിട്ടുള്ളതാണ്. ഞങ്ങൾ കൈവച്ചിരിക്കുന്ന മേഖലകൾ ചാലക്കുടിയിലെ എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ എല്ലാം തന്നെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് എന്ന അർത്ഥത്തിൽ തുടർന്നും അതിന്റെ ഒരു കണ്ടിന്യൂറ്റി നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളെ ഏറ്റവും പരമമായ ലക്ഷ്യം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തീർത്തിട്ട് അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന രീതിയല്ല, അത് കണ്ടിന്യൂസ് പ്രോസസ്. അപ്പോൾ ബാക്കി വേറെ ഒന്നും പറയാനില്ല. എല്ലാ കാര്യങ്ങളും സെക്രട്ടറി ജോബി സംസാരിക്കും. നമസ്കാരം. നമ്മൾ പല മേഖലയിൽ കണ്ടിട്ടുണ്ടെങ്കിലും ലയൺസ് ക്ലബ്ബിൽ ആദ്യമായിട്ട് ലീഡർഷിപ്പിലേക്ക് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. ഈ തവണ ലയൺസ് ക്ലബ്ബ് 100 പേർക്ക് കൃത്രിമ കൈക്കാലുകൾ സംഭാവന ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടാവാറില്ല ക്യാമ്പുകൾ. അപ്പോൾ അതിനുടൻ തന്നെ ഒരു ക്യാമ്പ് നമ്മൾ വെച്ച് ആ രോഗികൾക്ക് പല ഭാഗത്തുനിന്ന്, നമ്മളിവിടെ ക്യാമ്പ് വയ്ക്കുമ്പോൾ പല ഭാഗത്തുനിന്നുള്ള ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ലിംബ് വേണ്ട ആളുകളെ നമ്മുടെ പത്രത്തിൽ കൂടെ നമ്മൾ പരസ്യം കൊടുത്ത് അതിന് തന്നെ അവരുടെ അളവെടുപ്പിൻ്റെ ഒരു ക്യാമ്പാണ്. അവർക്ക് മുട്ടിന് താഴെയാണോ മുട്ടിന് മുകളാണോ അതൊക്കെ അനുസരിച്ചായിരിക്കും അവർക്ക് കാലുകൾ നിർമ്മിക്കേണ്ടത്. അവരുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് എത്ര പേര് വന്നാലും അവർക്ക് കൃത്രിമ കാലുകൾ വെച്ച് നൽകാനുള്ള ഒരു പദ്ധതി ഈ തവണ ലയൺസ് ക്ലബ്ബ് വിഭാവനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ അറിയിപ്പ് ഉടൻ നിങ്ങൾക്ക് വരും. അപ്പോൾ അതിന് നമുക്കൊരു പ്രസ് മീറ്റ് കൂടി ചിലപ്പോൾ വേണ്ടി വരും. അങ്ങനെ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതുപോലെയുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ ലയൺസ് ക്ലബ്ബ് ഓൾ ഓവർ ദ വേൾഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ചാലക്കുടിയിലത്തെ ലയൺസ് ക്ലബ്ബ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഏറ്റവും മികച്ച ഡിസ്ട്രിക്റ്റിൽ തന്നെ ഏറ്റവും മികച്ച ക്ലബ് എന്നുള്ള അവാർഡ് കഴിഞ്ഞ സ്വന്തമാക്കിയ ക്ലബ്ബാണ്. ഈ തവണയും അതിലേക്ക് എത്തണം. അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് ബാക്കിയുള്ള ക്ലബ്ബുകളുടെ പോലെയല്ല, കൃത്യമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി അതിന് മാർക്ക് ഇട്ടിട്ടാണ് അവർ ഒരു ഏറ്റവും ബെസ്റ്റ് ക്ലബിനെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിൽ ഏറ്റവും മികച്ചതായിട്ട് നിൽക്കുന്ന ക്ലബ്ബാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ ഈ വർഷവും തുടർന്നും നമ്മുടെ പ്രവർത്തനങ്ങൾ അതിനൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആഗ്രഹിക്കുന്നു. നന്ദി. മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട് പാലക്കാട് ഫോട്ടോൺ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ വർഷവും ഏതാണ്ട് 500-600 ആർട്ടിഫിഷ്യൽ ലിംബുകൾ ഉണ്ടാക്കി അവിടെ കുറേയൊക്കെ ഈവൻ തമിഴ്നാട്ടിലേക്ക് ഓരോ ആൾക്കാർ വന്ന് അവിടെ നിന്ന് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അതിന് പെർമനന്റ് ഫാക്ടറി ഉണ്ട്, ചെറിയ യൂണിറ്റിലേക്ക്. അത് ബേസ്മെന്റ് ഫ്ലോർ മുഴുവനായിട്ട് അത് ചെയ്തിട്ട് അതിൽ യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് തന്നെയല്ല, എനിക്കൊണ്ട് നമ്മുടെ ചാലക്കുടിയിലെ മാധ്യമ സുഹൃത്തുക്കൾക്ക് ശരിക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ലയൺസ് ക്ലബ്ബാണ് ചാലക്കുടി ക്ലബ്ബ്. 171 ഇന്ന് 5 പേരോട് ചേർന്ന് 176 മെമ്പർമാരായിട്ട്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ചങ്ങനാശ്ശേരി ക്ലബ്ബാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ചെറിയ മത്സരമാണ്. അപ്പോൾ അതിൽ മത്സരം നമ്മൾ 1ാം സ്ഥാനത്ത് നിൽക്കണം അതിൽ. കാരണം നമുക്ക് അതുകൊണ്ട് നമ്മളും ഇങ്ങനെ പുതിയ മെമ്പർമാരെ ചേർത്ത് മുമ്പിൽ നിൽക്കുകയാണ്. കാരണം തീർച്ചയായിട്ടും പറയുമ്പോൾ നമുക്കൊക്കെ അഭിമാനമാണ്. മൾട്ടിപ്പിൾ ലെവലിൽ സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക അഭിമാനമാണ്. അപ്പം അങ്ങനെ ഒരു സഹായത്തിന് നിങ്ങളുടെയൊക്കെ സഹായങ്ങൾ വേണം. ഭംഗിയായിട്ട് നമ്മൾ സഹായിക്കണം. പീറ്റർ നന്ദിയും കൂടി പറഞ്ഞു.